ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാങ്ങച്ചാറാണ്. കുറേ കാലം കേടുകൂടാതിരിക്കുന്ന ഒരു അച്ചാറാണ്. വിനീഗറൊന്നും ചേർക്കാതെയാണ് ഈ ഒരു അച്ചാർ ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിത് ചോറിൻ്റെയും കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ അതേ മാങ്ങ ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഒരു കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്യാം. അതിനുശേഷം പിന്നെ നമുക്ക് ഈ ഒരു മാങ്ങ ഒരു രാത്രി മുഴുവൻ അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് വെച്ചേക്കാം. പിറ്റേ ദിവസം രാവിലെയാണ് നമുക്ക് ഈ ഒരു മാങ്ങ എടുക്കേണ്ടത്. അപ്പോഴേക്കും ഈ ഒരു മാങ്ങ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ട് ഇതിൽ ഉപ്പ് വെള്ളമൊക്കെ ഇങ്ങനെ ഊർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതേ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് തന്നെ ഉപ്പൊക്കെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉപ്പുവെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഉപ്പുവെള്ളത്തിൽ നിന്ന് മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് കോരിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് ചെയ്യണത്, ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു അരിപ്പയിൽ കൂടെ ഇതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മാങ്ങ കഷ്ണങ്ങൾ ഇങ്ങനെ മാറ്റിയെടുത്താലും മതി. ഇതുപോലെ നമ്മൾ ആക്കിയിട്ട് ബാക്കി ഉണ്ടാവുന്ന ആ ഒരു ഉപ്പുകളുണ്ടല്ലോ അതൊന്നും കളയരുത്. അത് നമുക്ക് പിന്നീട് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അതേ ഞാൻ ഈ ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് ഒരു ദിവസത്തെ വെയിലൊന്ന് കൊള്ളിക്കണം. ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ച ശേഷം വേണം നമുക്ക് ഈ ഒരു മാങ്ങ കഷ്ണങ്ങൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ ഒരു വെയിലൊക്കെ കൊള്ളുമ്പോഴേക്കും ഈ ഒരു മാങ്ങ നന്നായിട്ട് തന്നെ അങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. വെയിലൊക്കെ കൊള്ളുമ്പോഴേക്കും ഈ ഒരു മാങ്ങ നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതിലത്തെ ആ ഒരു ഈർപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതേ ഇത്രയും ഉപ്പുവെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അതേ മാങ്ങ ഞാൻ ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലോട്ട് 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു അച്ചാർ നമ്മൾ വിനീഗറൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ നല്ലെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ചെയ്താലാണ് അച്ചാർ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുള്ളൂ. പിന്നെ നിങ്ങൾ കൂടുതൽ അളവിലൊക്കെ മാങ്ങച്ചാർ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിവിടെ ചെറിയൊരു അളവിലാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതേ നല്ലെണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം ഞാനിതിലേക്ക് ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 3/4 ടേബിൾ സ്പൂണോളം ഉലുവപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉലുവൊക്കെ ഞാൻ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു എണ്ണയിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അടുപ്പ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഈ ഒരു പൊടികളൊക്കെ പെട്ടെന്നൊക്കെ അങ്ങനെ കരിഞ്ഞിട്ടൊക്കെ പോകും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. അതിനുശേഷം ഈ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടുപ്പ് ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ കാക്കിയതിന് ശേഷം ഇതുപോലെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ഒരു പൊടികളൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് പോണ വരയ്ക്ക് ഇതുപോലെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ മുന്നോട്ട് പോവുള്ളൂ. ഇപ്പോൾ ഈ ഒരു മാങ്ങ കഷ്ണങ്ങളിൽ നന്നായിട്ട് തന്നെ ഈ ഒരു പൊടികളൊക്കെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉപ്പുവെള്ളം അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഉപ്പുവെള്ളം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുമ്പോഴേക്കും ഈ ഒരു മാങ്ങ കഷ്ണങ്ങൾ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഉപ്പുവെള്ളത്തിൽ അത്യാവശ്യം തന്നെ ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഈ ഒരു അച്ചാറിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല.
ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് അച്ചാറൊക്കെ പാകമായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഇത് നമുക്ക് കുറേ കാലം പുറത്ത് വെച്ചാലും കേടുവരില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നനഞ്ഞ കൈയോ സ്പൂണോ വെച്ചിട്ടൊന്നും എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അച്ചാർ പെട്ടെന്നൊക്കെ ചീത്തയായിട്ടൊക്കെ പോകും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്